ഹലോ ഫ്രണ്ട്സ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. ഞാൻ കുറച്ച് മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള അവലാണിത്. അപ്പോൾ ഒന്ന് ആവി കയറ്റുന്നുണ്ട്. ഇത് ഇൻഡോറിലൊക്കെയുള്ള ഒരു വിഭവമാണ്. ഇത് പല രീതിയിലാണ് അവരുണ്ടാക്കുന്നത്. അവർ കുറച്ച് സ്വീറ്റും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില, അതുപോലെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, പച്ചമുളക്, പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഉണക്കി വെച്ചിട്ടുണ്ട്. ഉണക്കി വെക്കുമ്പം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു രൂക്ഷം ഇത് വരില്ല, എന്നാൽ മല്ലിയിലയുടെ സ്വാദും വരും കേട്ടോ. ഞാൻ അങ്ങനെ ഉണക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഈ മല്ലിയില എല്ലാവർക്കും കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിലക്കടല. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണൊക്കെ ഇട്ടാലും, ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടാലും വലിയ എരിവൊന്നും ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം എരിവ് ഉണ്ടാവുന്നതിന്, പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ. പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് മുളകിൻ്റെയൊക്കെ പച്ച കുത്തലൊന്ന് മാറിക്കിട്ടണം. ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അവലൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തുറന്നു നോക്കിയപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചതാണ്. പുഴുങ്ങിയിട്ട് വേവിച്ചിട്ട് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ, തോലൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആ ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് വഴറ്റി മസാലയെല്ലാം അതിൽ പിടിക്കത്തക്കവണ്ണം ആക്കിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച അവലും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡിന്നറായിട്ടാണ് എടുത്തത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇൻഡോറിൽ ഉണ്ടാക്കുന്ന ഇതിൽ അവർ സേവും കൂടെ ഇടാറുണ്ട്. അതായത് നമ്മൾ മിക്സ്ചറിനകത്തൊക്കെ ഇടുന്ന അത്. അപ്പോൾ അത് ഞാൻ ഇടുന്നില്ല. അതിന് പകരം ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത്. കോൺഫ്ലേക്സ് ഇടുമ്പോഴും നന്നായിട്ട് കടിക്കാൻ കിട്ടും. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റിയാണ്, ഹെൽത്തി ആണല്ലോ. താങ്ക് യു.